നമ്മുടെ സംഘടനയുടെ ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ജില്ലാ സെക്രട്ടറി സത്യാഗ്രഹം. പുറത്തിരിക്കുന്നവരുടെ അകത്തോട്ട് കയറി ഇരിക്കാന്ന് പറയാം. സുഹൃത്തുക്കൾ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ തിരുവനന്തപുരം യുവ സംഘത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടാണ് വായിക്കാനുള്ളത്. അതിന് മുന്നോടിയായി ആദരിക്കാനുള്ളവരെ ആദരിക്കാം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, MK സാനു, KK കൊച്ച്, പിന്നണി ഗായകൻ P ജയചന്ദ്രൻ, നടൻ ശ്രീനിവാസൻ എന്നിവരുടെ നിര്യാണത്തിൽ തിരുവനന്തപുരം വിഭാഗം സംഘം അനുശോചനം രേഖപ്പെടുത്തുന്നു. വിതുര രവിപാലിൻ്റെ അമ്മയുടെ മരണാനന്തരം ശരീരം മെഡിക്കൽ കോളേജിൽ കൈമാറി സംഘത്തിൻ്റെ ആദരം. അതുപോലെ N ദാമോദരൻ സാറിൻ്റെ ഭാര്യ ഹൈമകുമാരി, സതീശ സാറിൻ്റെ ഭാര്യ വത്സല ഇവരുടെ നിര്യാണത്തിലും സംഘം അനുശോചനം രേഖപ്പെടുത്തുന്നു. ആലപ്പുഴ NM ശശിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറി. അദ്ദേഹത്തിനും കുടുംബത്തിനും സംഘത്തിൻ്റെ ആദരം. തിരുവനന്തപുരം സംഘത്തിൻ്റെ പ്രസിഡന്റ് PS പ്രദീപിൻ്റെ പിതാവ് P സുകുമാരപിള്ള സാറ് 28/11/2025 അന്തരിച്ചു. ശരീരം തൈക്കാട് ശാന്തി കവാടത്തിൽ യാതൊരുവിധ മതാചാരവുമില്ലാതെ സംസ്കരിച്ചു. സംഘം അനുസ്മരിക്കും. ഇന്ന് നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മളിലൊരാളായ AM റൈസിനെ CPI സംസ്ഥാന കൗൺസിൽ അംഗമായി തെരഞ്ഞെടുത്തു. അഭിവാദ്യങ്ങൾ. R അജയൻ കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായി നോമിനേറ്റ് ചെയ്തു. സംഘത്തിൻ്റെ അഭിവാദ്യം. മുൻ ജില്ലാ കമ്മിറ്റി അംഗം അംബികയുടെ മകൾ VB രേഷ്മ അരുവിക്കര ബ്ലോക്ക് മെമ്പറായി തെരഞ്ഞെടുത്തു. സംഘത്തിൻ്റെ അനുമോദനം. ഒരു 2 വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കാം. കാരണം അടുത്ത വർഷം നമുക്കിങ്ങനെ ഒന്ന് ഒത്തുകൂടാൻ കഴിയും എന്നൊരു വിശ്വാസമില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതും. ചരിത്രം തിരസ്കരിച്ച് മുത്തുകളെ ശാസ്ത്രമാണെന്ന് വരും തലമുറയെ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ ചരിത്രത്തിൽ നിന്നും നീക്കം ചെയ്തു തുടങ്ങി. നമ്മുടെ കറൻസിയിൽ നിന്ന് പോലും മഹാത്മാഗാന്ധിയെ നീക്കം ചെയ്യാൻ നടപടികൾ പൂർത്തിയായെന്ന് ഈ അടുത്ത ദിവസം രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് പറയുന്നത്. എന്തിനേറെ ഭീം എന്ന പേരുള്ള ഒരു സിനിമ വിദേശ നിർമ്മിതമാണെന്ന് ഓർക്കണം. അവിടെ ഇതിൻ്റെ അർത്ഥം വേറെ മറ്റെന്തോ. IFFKയിൽ പ്രദർശിപ്പിക്കാൻ പോലും അനുമതി നിഷേധിച്ചു. ബീഫ് കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തേക്കുന്ന നമ്മുടെ രാജ്യത്താണ് ഇതൊക്കെ നടക്കുന്നത് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. നിർമാല്യം പോലൊരു സിനിമ പ്രദർശിപ്പിച്ച ഈ നാട്ടിൽ ഇനി സ്വതന്ത്രമായി ഒരു സിനിമ നിർമ്മിക്കാനോ പ്രദർശിപ്പിക്കാനോ പറ്റില്ല. ഒരു നാടകം അവതരിപ്പിക്കാൻ പോലും കഴിയില്ല എന്നതാണ് ഇവിടുത്തെ സ്ഥിതി വിശേഷം. നമുക്ക് അടുത്ത വർഷം ഇതുപോലൊന്ന് കൂടാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ആ സാഹചര്യത്തിൽ ആണ് ഞാൻ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഇവിടെ നടക്കുന്ന അനീതിക്കും അക്രമത്തിനുമെതിരെ ശക്തിയുക്തം പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന തിരുവനന്തപുരം യുവ സംഘം മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ. സാംസ്കാരിക മുന്നേറ്റത്തിന് ഐക്യമുന്നണി എന്ന മുദ്രാവാക്യവുമായി സമാന ചിന്താഗതിയുള്ള കുഞ്ഞു സംഘടനകളെ ചേർത്ത് നിർത്തി ഉള്ള നമ്മുടെ പോരാട്ടത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പ്രവർത്തന റിപ്പോർട്ടാണ് ഞാനിവിടെ വായിക്കുന്നത്. നമ്മളൊരു ചെറിയ സംഘടനയാണെന്ന കാര്യം വിസ്മരിക്കരുത്. 2024 ഡിസംബർ 29 തിരുവനന്തപുരം യുവ സംഘം ജില്ലാ സമ്മേളനം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സെന്ററിൽ വി ശശി MLA ഉദ്ഘാടനം ചെയ്തു. സമാന ചിന്താഗതിയുള്ള ആളുകളെയും ഒരുമിപ്പിച്ച് ശക്തിയായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് TS പ്രദീപ് അധ്യക്ഷത വഹിച്ചു.
ജോയിന്റ് സെക്രട്ടറി ബേബി ഗിരിജ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി എം സത്യദാസ് റിപ്പോർട്ടും ട്രഷറർ എം അമ്മാനുള്ള കണക്കും അവതരിപ്പിച്ചു. കിളിമാനൂർ ചന്ദ്രൻ, വെള്ളനാട് രാമചന്ദ്രൻ, എം അമ്മാനുള്ള, ഡോക്ടർ എൻ രാമാനുജൻ എന്നിവരെ ആദരിച്ചു. എം റൈസ്, ഡോക്ടർ രാഘവൻ പാട്ടത്തിൽ, PK വേണുഗോപാൽ, രേണുകാദേവി, ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. മിശ്ര വിവാഹ സംഘത്തിൻ്റെ ആദ്യകാല സാരഥി PK പവിത്രൻ്റെ ജന്മശതാബ്ദി സമ്മേളനം ഡോക്ടർ P മുരുകദാസ് ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഫോർ നാഷണൽ സ്റ്റഡീസ് സെൻറ്റർ സെക്രട്ടറി NK സാർ, ശശിധരൻ, K രാമൻകുട്ടി, അനിൽ സീറോ, രാധാകൃഷ്ണൻ അരിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ അജേഷ് മാധവൻ ക്ലാസ് എടുത്തു. ജിജോ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രതീഷ് P സ്വാഗതവും പൂതങ്കോട് ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. MP സദാശിവൻ, കിളിമാനൂർ ചന്ദ്രൻ, വെള്ളനാട് രാമചന്ദ്രൻ, M അമ്മാനുള്ള എന്നിവരുടെ പുസ്തക പ്രകാശനവും വ്യക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ചരിത്ര പ്രദർശനവും നടന്നു. സ്വാദിഷ്ടമായ ഭക്ഷണം നൽകാൻ സാധിച്ചു. സമ്മേളനം വിജയമായിരുന്നു എന്ന് വിലയിരുത്തി. ജനുവരി 4-ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ മരണമണി എന്ന വിഷയത്തിൽ നടത്തിയ പരിപാടിയിൽ ഇന്ത്യയിലെ ഭരണഘടനാ വിദഗ്ധരിൽ പ്രധാനിയായ പ്രൊഫസർ G മോഹൻ ഗോപാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുൻ ചീഫ് എഡിറ്ററുമായ MG രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി നടപ്പിലായാൽ പ്രഖ്യാപിത ഹിന്ദുരാഷ്ട്രം നടപ്പിലാകുമെന്ന് ബാംഗ്ലൂർ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും സുപ്രീം കോടതി നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടറുമായ ഡോക്ടർ G മോഹൻ ഗോപാൽ അഭിപ്രായപ്പെട്ടു. ദേശീയത, ഒരു രാഷ്ട്രം തുടങ്ങിയ നന്മ നിറഞ്ഞ വാക്കുകളുടെ ഫാസിസം ഒളിച്ചു കടത്തുന്നതിൻ്റെ ഭാഗമാണ് ഈ ഭരണഘടനാ ഭേദഗതിയെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യ വേദി പ്രസിഡന്റ് PK വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം വ്യക്തിവാദ സംഘം പ്രസിഡന്റ് TS പ്രദീപ് സ്വാഗതം പറഞ്ഞു. ജനുവരി 14 ലോക യുക്തിവാദ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം യുക്തിവാദ സംഘം പ്രചരണ യാത്ര സംഘടിപ്പിച്ചു. വർക്കലയിൽ നിന്നും ആരംഭിച്ച യാത്ര സംഘം പ്രസിഡന്റ് TS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഴയന്ത, ചെറുനിയൂർ, പാലച്ചിറ, വടശ്ശേരിക്കോണം, മാവിൽമൂട്, കല്ലമ്പലം, കോങ്ങനാട്, കിളിമാനൂർ, നഗരൂർ, വഞ്ചിയൂർ എന്നിവിടങ്ങളിൽ ജനസമ്പർക്ക പരിപാടികൾ നടത്തി അവസാനം വൈകുന്നേരം ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. യാത്രയിൽ കിളിമാനൂർ ചന്ദ്രൻ, അരിവിപ്പുറം രാധാകൃഷ്ണൻ, വിജയകുമാർ, സുമാനസൻ, രേണുകാദേവി, M സത്യദാസ്, M അമ്മാനുള്ള, പ്രതീഷ് P, പൂതങ്കോട് ശ്രീകുമാർ, ചന്ദ്രശേഖരൻ, ബഷീർ, വേണു, ഗിരിരാജ്, സൂരജ്, അനിൽ സീറോ തുടങ്ങിയവർ മുഴുതേളം യാത്രയിൽ സഹകരിച്ചു. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിച്ചു. നെയ്യാറ്റിൻകരയിൽ നടന്ന സമാധി കൊലപാതകത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അധികാരികൾ വൈമനസം കാട്ടിയാൽ തിരുവനന്തപുരം വിദ്യാഭ്യാസ സംഘം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് സൂചിപ്പിച്ചു. അതിനുശേഷം സംഘം ബാലരാമപുരത്തെ ദൈവം ഗോപാൽ സ്വാമിയുടെ വീടും പരിസരവും സന്ദർശിക്കുകയും നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ജനുവരി 31-ന് K രാമൻകുട്ടി അനുസ്മരണം തായ്നാട് സഹകരണ സംഘം ഹാളിൽ നടന്നു. പൊതുരംഗത്ത് കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്നിരുന്ന അദ്ദേഹം 2025 ജനുവരി 22-ന് അന്തരിച്ചു. അംബേദ്കറിസ്റ്റായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം യുക്തിവാദ സംഘത്തിന്റെ സഹയാത്രികനായിരുന്നു. മരണാനന്തരം ശരീരം ബുദ്ധമതാചാരപ്രകാരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. നിറഞ്ഞ ചിരിയും സൗമ്യമായ സംഭാഷണവും കൃത്യമായ ഭാവഭേദങ്ങളുമായി നമുക്ക് ചുറ്റും നിറഞ്ഞു നിന്നിരുന്ന രാമൻകുട്ടി സാറിന്റെ ഓർമ്മകൾ പങ്കുവച്ച് സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിച്ചു. തിരുവനന്തപുരം വിദ്യാഭ്യാസ സംഘം പ്രസിഡന്റ് TS പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മൺവിള രാധാകൃഷ്ണൻ, സുഭാഷ് ബോസ്, മുണ്ടേല ബഷീർ, PK വേണുഗോപാൽ, കിളിമാനൂർ ചന്ദ്രൻ, M മുരുകദാസ്, ആറന്മുള ശശി, ഡോക്ടർ P ജയകുമാർ തുടങ്ങിയവർക്കൊപ്പം രാമൻകുട്ടി സാറിന്റെ മകൻ അഡ്വക്കേറ്റ് പ്രമോദും സംസാരിച്ചു. NK സാർ സ്വാഗതവും M സത്യദാസ് കൃതജ്ഞതയും പറഞ്ഞു. ഫെബ്രുവരി 12 ബുധനാഴ്ച തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് കുറ്റിപ്പുഴ കൃഷ്ണപോൾ നാഷണൽ സ്റ്റഡീസ് വാർഷിക സമ്മേളനവും BT ഭട്ടതിരിപ്പാട് അനുസ്മരണവും നടന്നു. BT ബൽറാം ഉദ്ഘാടനം ചെയ്തു. TS പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം NK ഇസാഖ്,
ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ പി മുരുകദാസ്, വെള്ളനാട് രാമേന്ദ്രൻ, കിളിമാനൂർ ചന്ദ്രൻ, എം അമ്മാനുള്ള, രേണുകദേവി തുടങ്ങിയവർ സംസാരിച്ചു. കേരള നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വമായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ആചാര ലംഘനങ്ങൾ തന്നെയായിരുന്നു. കുടുംബം മുറിച്ചും ഊണുകൾ പൊട്ടിച്ചും സജാതീയ വിവാഹം നടത്തിയും വിധവാ വിവാഹവും മിശ്ര വിവാഹവും സംഘടിപ്പിച്ചും കേരള ചരിത്രത്തിന്റെ ഭാഗമായി മാറി. എന്നാൽ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം ഇനിയും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ദുഃഖകരമാണെന്ന് ബൽറാം അഭിപ്രായപ്പെട്ടു. മാർച്ച് 1 രാവിലെ 10:30 കരിമരുന്ന് വേണ്ട, ശബ്ദമലിനീകരണം വേണ്ടേ വേണ്ട എന്നീ മുദ്രാവാക്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. തിരുവനന്തപുരം യുക്തിവാദ സംഘവും ജനാധിപത്യ വേദിയും സംയുക്തമായി നടത്തിയ ധർണ മുൻ മന്ത്രി നീരദാസ് ഉദ്ഘാടനം ചെയ്തു. ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് അവസാനിപ്പിക്കുക, ഉച്ചഭാഷണ ഉപയോഗം നിയന്ത്രിക്കുക, വെടിക്കെട്ട് നിയന്ത്രിക്കുക, റോഡ് കയ്യേറിയുള്ള ഉത്സവങ്ങൾ അവസാനിപ്പിക്കുക, കോടതി ഉത്തരവുകൾ കർശനമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആയിരുന്നു മാർച്ച്. സംഘം പ്രസിഡന്റ് ടി.എസ്. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. എം. സത്യദാസ്, കെ. ഷാജി, പി. സുശീലൻ, കിളിമാനൂർ ചന്ദ്രൻ, രേണുകാദേവി, പ്രതീഷ് പി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രേണുകാദേവിയും പ്രസിഡന്റ് ടി.എസ്. പ്രദീപും സംസാരിച്ചു. ഏപ്രിൽ 7 തായ്നാട് ഹാളിൽ വെച്ച് സിനിമയുടെ രാഷ്ട്രീയം മത്സരപ്പെടുത്തുന്ന ആരെ എന്ന വിഷയത്തിൽ ഒരു ചർച്ചായോഗം തിരുവനന്തപുരം യുക്തിവാദ സംഘവും ജനാധിപത്യ വേദിയും സംയുക്തമായി സംഘടിപ്പിച്ചു. സിനിമയും നാടകവും പോലുള്ള കലാസൃഷ്ടികൾ ഏതെങ്കിലും മത, വർഗീയ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചേ പ്രവർത്തിക്കാനാവൂ എന്ന് പറയുന്നത് തികച്ചും അപലപനീയമാണ്. എതിർക്കപ്പെടേണ്ടത് ഈ അവസരത്തിലാണ് എതിർക്കപ്പെടേണ്ടതാണ്. ഈ അവസരത്തിലാണ് എമ്പുരാൻ സിനിമയുടെ രാഷ്ട്രീയം അലോസരപ്പെടുത്തുന്നത്. ജനങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഭരണകൂടം മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചു എന്നതാണ് എമ്പുരാൻ സിനിമയുടെ പ്രാധാന്യമെന്ന് എഴുത്തുകാരൻ പ്രൊഫസർ വി. രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഗുജറാത്ത് സർക്കാരും സംഘപരിവാർ ശക്തികളും ചേർന്ന് മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്ത ഗുജറാത്ത് കലാപത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു ആ സിനിമ. മിലൻ കുന്ദേര സൂചിപ്പിച്ചതുപോലെ കാട്ടുന്നത് പോലെ പാശ്ചാത്യത്തിനെതിരായ സമരം മറവിക്കെതിരെ ഓർമ്മപ്പെടുത്തുന്ന സമരം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘത്തിന്റെ പ്രസിഡന്റ് ടി.എസ്. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പി.കെ. വേണുഗോപാൽ, ഇ.പി. അനിൽ, പി. സുശീലൻ, ബിജു മോഹൻ, പ്രതീഷ് പി, സത്യദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ 27 ഞായറാഴ്ച ഉല്ലാസം എന്ന് പേരിട്ട മതേതര കുടുംബ സംഗമം തിരുവനന്തപുരം യുക്തിവാദ സംഘവും കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സെന്റർ ഫോർ നാഷണൽ സ്റ്റഡീസും സംയുക്തമായി അരുവിക്കര ഡാം റെസ്റ്റ് ഹൗസിൽ നടത്തി. പ്രസിഡന്റ് ടി.എസ്. പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന കുടുംബസംഗമം സെക്രട്ടറി എം. സത്യദാസ് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ആർ. രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബാലചന്ദ്രൻ പരിപാടിയിൽ പങ്കെടുത്ത് സൗഹൃദം പങ്കിട്ടു. എല്ലാ കുടുംബാംഗങ്ങളും പരസ്പരം പരിചയപ്പെടാനും സൗഹൃദം കൈമാറാനും ആ അവസരം പ്രയോജനപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയായതിനാൽ ഡാം സന്ദർശനം പരിമിതപ്പെടുത്തേണ്ടി വന്നു. 2025 ജൂൺ 25 പ്രസ് ക്ലബിൽ വെച്ച് പവനൻ ഇടമറുക് എൻ. മുഹമ്മദ് അലി അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു. തിരുവനന്തപുരം യുക്തിവാദ സംഘവും കുറ്റിപ്പുഴ ട്രസ്റ്റും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ടി.എസ്. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കിളിമാനൂർ ചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ പി. മുരുകദാസ്, രാഘവൻ പാട്ടത്തിൽ, JN.C. വിജയൻ, N.K. ഇസാഖ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കവട ദേശീയതയും മാനവികതയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പി.കെ. വേണുഗോപാൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. പ്രതീഷ് പി, K.J. വാസുദേവ്, ജോൺസൺ റോച്ച്, ബിജു മോഹൻ, രേണുകാദേവി തുടങ്ങിയവർ അനുസ്മരണത്തിലും സെമിനാറിലും ഇടപെട്ട് സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മതരഹിത വിദ്യാർത്ഥികൾക്ക് സംഘം നൽകുന്ന മതരഹിത ജീവൻ അവാർഡ് അന്ന എസ്. നാഥ്
നീള മാനവല്ലി, അമൽ എസ് ഗോവിന്ദ് എന്നിവർ ഏറ്റുവാങ്ങി. സെക്രട്ടറി എം സത്യദാസ് നന്ദി രേഖപ്പെടുത്തി. ജൂലൈ 29 യുദ്ധവിരുദ്ധ സമ്മേളനം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നു. തിരുവനന്തപുരം നിത്യവാസംഘവും ജനാധിപത്യ വേദിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രൊഫസർ ജോസഫ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. പി കെ വേണുഗോപാൽ, ടി എസ് പ്രദീപ്, ഇ പി അനിൽ, പി സുശീലൻ, ഗോപി ആചാരി, എൻ കെ ഇസഹാഖ്, എം സത്യദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 20 ദബോൽക്കർ ദിനം അന്ധവിശ്വാസ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നിത്യവാസംഘവും ജനാധിപത്യ വേദിയും നാസ്തിക് നേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സി പി ജോൺ, അജയൻ നവയുഗം, ജയകുമാർ RSP, ഡോക്ടർ പ്രസാദ്, കൃഷികുമാർ, ജമീല പ്രകാശം, നീലദാസ്, എം സത്യദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘം പ്രസിഡന്റ് ടി എസ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു. പി കെ വേണുഗോപാൽ, ഇ പി അനിൽ, പി സുശീലൻ, എൻ കെ ഇസഹാഖ്, വെള്ളനാട് രാമേന്ദ്രൻ, ഡോക്ടർ ജയകുമാർ, ട്രഷറർ എം അമ്മാനുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഗസ്റ്റ് 30 തായ്നാട് സംഘം ഹാളിൽ വെച്ച് MM കൽബുർഗി, ഗൗരി ലങ്കേഷ് രക്തസാക്ഷി ദിനങ്ങൾ ഒരുമിച്ച് അനുസ്മരിക്കുകയുണ്ടായി. സംഘം പ്രസിഡന്റ് ടി എസ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം സത്യദാസ് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ പി മുരുകദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പി കെ വേണുഗോപാൽ മതരാഷ്ട്രത്തിന്റെ 100 വർഷങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഡോക്ടർ ജയകുമാർ, പ്രതീഷ് ബി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അജയൻ മുള്ളുവിള, വട്ടവിള സുരേന്ദ്രൻ, നമ്മുടെ സഹപ്രവർത്തകരായിരുന്ന ഇവരുടെ ഓർമ്മ പുതുക്കി പ്രസിഡന്റ് ടി എസ് പ്രദീപ് സംസാരിച്ചു. രേണുകാദേവി ആശംസ പറഞ്ഞു. സെപ്റ്റംബർ 20 മതമുക്ത രാഷ്ട്ര ബിൽ നിയമമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമനത്തിൽ പ്രതിഷേധിച്ച് മാർച്ചും ധർണയും നടത്തി. അയ്യങ്കാളി സ്മാരക ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. മതേതര ജനാധിപത്യ സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് വടക്കേ ഇന്ത്യയിലെ വർഗീയ ഭരണകൂടങ്ങളെപ്പോലെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും പ്രവർത്തിക്കുന്നതിൽ സംഘം പ്രതിഷേധം രേഖപ്പെടുത്തി. ആഗോള അയ്യപ്പ സംഗമവും ബന്ധപ്പെട്ട കാര്യങ്ങളും ഭരണകൂടം നേരിട്ട് തന്നെ ഇടപെടുകയാണ്. ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കി വർഗീയ കക്ഷികൾക്ക് വളരുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പ്രസിഡന്റ് ടി എസ് പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം സാഹിത്യകാരൻ കിളിമാനൂർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി കെ വേണുഗോപാൽ, ഇ പി അനിൽ, ആറന്മുള ശശി, ഡോക്ടർ ജയകുമാർ, ഗോപി ആചാരി, പ്രതീഷ് പി, എൻ കെ ഇസഹാഖ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി എം സത്യദാസ് സ്വാഗതം പറഞ്ഞു. നവംബർ 6 MP സദാശിവൻ അനുസ്മരണവും തിരുവനന്തപുരം താലൂക്ക് സമ്മേളനവും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്നു. താലൂക്ക് പ്രസിഡന്റ് KJ വാസുദേവ് അധ്യക്ഷത വഹിച്ചു. രേണുകാദേവി സ്വാഗതം പറഞ്ഞു. സംഘം പ്രസിഡന്റ് ടി എസ് പ്രദീപ് ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് R രാജ്മോഹൻ, ഡോക്ടർ ജയകുമാർ, എൻ കെ ഇസഹാഖ്, AK നാഗപ്പൻ, ബാലമോഹൻ, അരുവിക്കര ജയകുമാർ തുടങ്ങിയവർ അനുസ്മരിച്ചു. എം സത്യദാസ് കൃതജ്ഞത പറഞ്ഞു. നവംബർ 23 ഞായറാഴ്ച ആറ്റിങ്ങൽ മേഖലാ സമ്മേളനം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള നാരായണ ഹാളിൽ നടന്നു. മേഖലാ പ്രസിഡന്റ് കിളിമാനൂർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘം പ്രസിഡന്റ് ടി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സാംസ്കാരിക മുന്നേറ്റത്തിന് ഐക്യ മുന്നണി എന്ന മുദ്രാവാക്യവുമായി ഡിസംബർ 28 ഇന്ന് നടക്കുന്ന തൈക്കാട് ഗാന്ധി സ്മാരക ഹാളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ആറ്റിങ്ങൽ മേഖലാ സമ്മേളനത്തിൽ വ്യക്തിവാദി പ്രസ്ഥാനങ്ങളുടെ സമകാലീന പ്രസക്തിയെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചു. ആറ്റിങ്ങൽ മേഖലയുടെ അംഗം കൂടിയായ ഡോക്ടർ പി മുരുകദാസ് മതഫാസിസത്തിന്റെ തിരസ്കാരവും തിരിച്ചുവരവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി റിപ്പോർട്ടിന്മേൽ കാര്യമായൊന്നും പ്രതിപാദിച്ചില്ല. ഒരു ക്ഷമാപണത്തിൽ അവസാനിപ്പിച്ചു. അതൊരു പോരായ്മയായി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. എൻ കെ ഇസഹാഖ്, എം അമ്മാനുള്ള, എൻ സത്യദാസ്, കെ വേണു, ബേബി ഗിരിജ, ആങ്ങാടി ശ്രീകുമാർ, അരിവിപ്പൻ രാധാകൃഷ്ണൻ, ബഷീർ, സുമാനസൻ തുടങ്ങിയവർ അഭിവാദ്യം പറഞ്ഞ് സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ഡിസംബർ 3 PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുക, 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം PM ശ്രീ NEP വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻസ് കമ്മിറ്റി അധ്യക്ഷൻ RS ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിലോ പൊതുസമൂഹത്തിലോ വിദ്യാഭ്യാസ പ്രവർത്തകർക്കിടയിലോ
ചർച്ച ചെയ്യാതെ തികച്ചും ഗൂഢാലോചനാപരമായിട്ടാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ 2020 ദേശീയ വിദ്യാഭ്യാസ നയം പാസാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ആ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് PM ശ്രീ പദ്ധതിയും തിരുവനന്തപുരം വിദ്യാഭ്യാസ സംഘം പ്രസിഡന്റ് TS പ്രദീപ് അധ്യക്ഷത വഹിച്ചു. P. സുശീലൻ കൺവീനർ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ V. പ്രസാദ്, ഡോക്ടർ ജയകുമാർ, വെള്ളനാട് രാമേന്ദ്രൻ, മോഹൻ ഗോപാൽ, അനിൽകുമാർ, ഏകതാ പരിഷത്തിന്റെ NK ഇസഹാക്ക് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. PK വേണുഗോപാൽ, പ്രസാദ് സോമരാജ്, EP അനിൽ, M. സത്യദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിസംബർ 14 നെടുമങ്ങാട് താലൂക്ക് സമ്മേളനം നടന്നു. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംഘം പ്രസിഡന്റ് TS പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അനിൽ സീറോ സ്വാഗതം പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയവും PM ശ്രീയും സമൂഹത്തിന്റെ പിന്നോട്ടുള്ള നടത്തമോ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. വെള്ളനാട് രാമേന്ദ്രൻ മിഷൻ അവതരിപ്പിച്ച് സംസാരിച്ചു. സപ്തപുരം അപ്പക്കുട്ടൻ, NK ഇസഹാക്ക്, ഏഴകാദേവി, പ്രതീഷ് B, ജിജോ കൃഷ്ണൻ തുടങ്ങിയവർ സെമിനാറിന്റെ ഭാഗമായി സംസാരിച്ചു. G. ബിജു കൃതജ്ഞത പറഞ്ഞു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഡിസംബർ 19 നെയ്യാറ്റിൻകര താലൂക്ക് സമ്മേളനം അക്ഷയ കോംപ്ലക്സിലുള്ള സുഗത സ്മൃതിയിൽ നടന്നു. മേഖലാ പ്രസിഡന്റ് J. സുകുമാരൻ സാർ അധ്യക്ഷത വഹിച്ചു. സംഘം പ്രസിഡന്റ് TS പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സെമിനാർ അംബേദ്കർ പാഠങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രതീഷ് B സംസാരിച്ചു. NK ഇസഹാക്ക്, വിജയകുമാർ, രേണുകാദേവി, M. സത്യദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഇത്രയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്.